ചോദ്യം വേറെ ഒരു കാര്യം ഈ ചെയ്ത വ്ളോഗേഴ്സ് ആരും തന്നെ ചോദിച്ചില്ല. അതായത് ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞുണ്ട് ഈ ഒരു വസ്തു കേസിൽപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ഥലം ബിഷപ്പ് നോബിൾ ഫിലിപ്പ് ഈ രേണുസുതിയുടെ കുടുംബത്തിന് കൈമാറിയ ശേഷം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ എന്തുകൊണ്ട് ഇതിന്റെ എതിർ കക്ഷിക്കാരും ഈ ഒരു നിർമ്മാണം പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചില്ല? അങ്ങനെ ഒരു സ്റ്റോപ്പ് മെമ്മോ മേടിച്ചിരുന്നെങ്കിൽ ഇന്ന് സുധിലയം എന്ന് പറയുന്ന വീട് അവിടെ നിർമ്മിക്കാൻ പറ്റുമായിരുന്നു? അതൊരു ചോദ്യമാണ്. അതിന് ഉത്തരവുണ്ടെങ്കിൽ ഒന്ന് പറയണം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിഞ്ഞ ഒരു രീതി വെച്ച് ഇത്തരത്തിലൊരു കേസിൽ പെട്ടിടുന്ന സ്ഥലത്തിന് യാതൊരു കാരണവശാലും കരമടയ്ക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത്, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കക്ഷി ഉണ്ടെങ്കിൽ അവർ കൊണ്ട് ഒരു സ്റ്റോപ്പ് മെമ്മോ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഈ പറയുന്ന വസ്തു കൈമാറ്റവും തുടർ ഭവന നിർമ്മാണവും കാര്യങ്ങളും ഒന്നും നടക്കില്ല. അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒരു കോടതി ഉത്തരവ് വരുന്നത് വരെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സുധിലയമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സുധിലയം എന്ന് പറയുന്ന ഭവനം സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കൊല്ലം സുധിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സ്വന്തമായിട്ടൊരു വീടില്ല എന്ന് മനസ്സിലാക്കിയ കുറേയധികം സുമനസ്സുകൾ ചേർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു വീട് വെച്ച് നൽകുവാണ്ട് തീരുമാനിക്കുന്നു. അങ്ങനെ വീട് വെച്ച് നൽകുവാണ്ട് തീരുമാനിച്ച് രംഗത്തേക്ക് വന്ന ആളുകൾ നേരിട്ട പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്, കൊല്ലം സുധിയുടെ കുടുംബത്തിന് സ്വന്തമായിട്ട് ഒരു സെന്റ് സ്ഥലം പോലും ഇല്ല. അങ്ങനെ ആ ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അന്വേഷണം വിവിധ ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് 24ന്റെ ഹെഡായിട്ടുള്ള ശ്രീകണ്ഠൻ നായർ സാറ് ഈ പറയുന്ന ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ എന്ന് പറയുന്ന വൈദികനെ കോൺടാക്ട് ചെയ്യുന്നതും ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കുന്നതും. ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ 7 സെന്റ് സ്ഥലമാണ് കൊല്ലം സുധിയുടെ 2 ആൺമക്കളായിട്ടുള്ള ഋതുൽ ദാസിന്റെ രാഹുൽ ദാസിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നൽകിയിരിക്കുന്നത്. എന്നാലും ആ ഒരു ഭൂമിയിൽ സുധിലയം എന്ന് പറയുന്ന ഒരു ഭവനം നിർമ്മിക്കപ്പെട്ടു. എന്തായാലും ആ ഒരു കുടുംബം സന്തോഷപൂർവ്വം ആ ഒരു ഭൂമിയിൽ താമസിക്കുമെന്ന് സ്വപ്നം കണ്ട മലയാളിക്ക് തെറ്റി. ആ പൊടുന്നനെ ഒരു വിവാദം ഉണ്ടാകുന്നു. സുധിലയത്തിന് ചോർച്ച, സുധിലയത്തിന്റെ അവിടെ ഇവിടെ എല്ലാം വിണ്ടു കീറുന്നു, മതിലിടിഞ്ഞു പോകുന്നു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് രേണു സുധിയും കുടുംബവും രംഗത്തേക്ക് വരുന്നു. ഇതിന് തൊട്ട് പിന്നാലെ KHDFC ഫിറോസും ബിഷപ്പ് നോബിൾ ഫിലിപ്പും ഉൾപ്പെടെയുള്ള ആളുകൾ രേണു സുധിക്കെതിരെ രംഗത്ത് വരുന്നു. എന്നാൽ ഈ ഒരു വിഷയത്തിൽ കൊല്ലം സുധിയുടെ ഫാമിലിക്കൊപ്പം അല്ലായിരുന്നു മലയാളികൾ ബഹുഭൂരിപക്ഷവും. അവരെല്ലാവരും തന്നെ ഈ പറയുന്ന KHDFC ഫിറോസിനെയും ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിനെയും മറുനാടൻ മലയാളിനെ എല്ലാം സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം മറുനാടൻ മലയാളിയാണ് ഈ ഒരു വീടിന് ചുറ്റുമതിൽ നിർമ്മിച്ചു നൽകിയത്. സോ അങ്ങനെ ഈ ഒരു വിവാദം കൊഴുത്ത് കുറേയധികം ചർച്ചയായി നിൽക്കുന്ന സമയത്താണ് രേണുസുധി എന്ന് പറയുന്ന താരം ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത്. അതോടുകൂടി തന്നെ ഈ ഒരു വിവാദം എന്നേക്കുമായിട്ട് കെട്ടടങ്ങി. എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു വിവാദം ഈ പറയുന്ന സുധിലയത്തിനെ കുറിച്ച് വന്നിട്ടുണ്ട്. സുധിലയത്തിന് ഇതുവരെ വീട്ടു നമ്പർ കിട്ടിയിട്ടില്ല. അതിന് കാരണം ഈ ഒരു ഭൂമി കേസിൽപ്പെട്ട് കിടക്കുന്ന ഭൂമിയാണ്. അതായത് ബിഷപ്പ് നോബിൾ ഫിലിപ്പിന് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ഈ ഒരു ഭൂമി എന്തോ ഒരു കേസിൽപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭൂമിയിൽ നിർമ്മിച്ച സുധിലയത്തിന് വീട്ടു നമ്പർ കിട്ടാത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആള് ഇന്നലെ കുറച്ചധികം വോയിസുകൾ പുറത്തു വിട്ടേക്കുന്നത്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ബ്ലോഗേഴ്സ് വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ഞാൻ അത് എടുത്തു വെച്ച് ചെയ്യാൻ താല്പര്യപ്പെട്ടില്ല. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഈ ഒരു കണ്ടന്റ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ ഒരു ടോപ്പിക്ക് ഞാൻ എടുത്തു വെച്ച് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ എക്സ്പ്ലനേഷൻ വരുമ്പോൾ ഞാൻ വീണ്ടും രണ്ടാമത് എടുത്തു വെച്ച് ചെയ്യേണ്ടി വരും. സോ ഈ രണ്ട് ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പ്ലനേഷനെ കോട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുക, അത് മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും വിവാദങ്ങളൊക്കെ വരികയാണെങ്കിൽ ചെയ്യേണ്ടതാണെങ്കിൽ മാത്രം ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇന്നലെ വന്ന ആ ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടു നോക്കാം. സർ, ഗുഡ് മോർണിംഗ്. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനായിട്ടാണ് വിളിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അപ്പം നമുക്കൊരു രഹസ്യ വിവരം കിട്ടിയേക്കുന്നത്, ഈ അവർക്ക് ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാത്ത കാരണത്താലാണ് അവര് നമ്മുടെ ഈ പെർമിറ്റ് തടസ്സപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വിവരം നമുക്ക് രഹസ്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഓക്കെ ആക്കി കൊടുത്തല്ലോ, കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് ഓക്കെ ആക്കി കൊടുത്തു. പക്ഷെ ഇവരിത് സൈൻ ചെയ്യാൻ മടിക്കുന്നതിന്റെ കാരണം അവിടെ ഒരു മാഫിയ ഉണ്ട് അതിനകത്ത്, ആ ഇവരുടെ ഡിപ്പാർട്ട്മെന്റില്. അപ്പം എന്ത് കാര്യത്തിന് പോണേലും പാരിതോഷികങ്ങൾ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ള വിവരമാണ് തന്നത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? അപ്പം സാർ, എനിക്ക് അതിനൊരു അഭിപ്രായം എന്താന്ന് വെച്ചാൽ എന്നെ അറിയിക്കണം. കാരണം അന്ന് അവിടെ നോക്കാൻ വന്നതിനും ഒക്കെ ഞാൻ കൈമടക്ക് കൊടുത്തായിരുന്നു, ആൾക്കാരെ മീഡിയേറ്ററായിട്ട് നിർത്തി കൊടുത്തു. അപ്പൊ ഇനി ഇതിന് എന്താ അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ, എത്ര എങ്ങനെ നമ്മളിപ്പോ അതിന്റെ പുറകെ പോകാനും ഒക്കത്തില്ലല്ലോ. നമ്മള് സാറൊന്ന് ആലോചിച്ചിട്ട് തന്നെ ആ വിവരം സമയം പോലെ ഒന്ന് അറിയിക്കുകയോ എന്തെങ്കിലും ചെയ്ത ഉപകാരമായിരുന്നു. അതിന് വേണ്ട മേൽനടപടികൾ സ്വീകരിക്കണോ എന്നുള്ളതും കൂടാണ്
എനിക്ക് സാറിനെ ഓർമ്മപ്പെടുത്താനുള്ളത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ. സോ ഗൈസ്, ഇതാണ് ഇന്നലെ വന്നിരിക്കുന്ന ഓഡിയോ ക്ലിപ്പ്. ഇതുകൂടാതെ ഈ ഒരു സ്ഥലം കേസിൽ പെട്ട് കിടക്കുന്നതാണ്. ഇതിന്റെ തെളിയിക്കേണ്ട ആവശ്യമായിട്ടുള്ള കോടതി ഫയലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്ലോഗർ വീഡിയോ ചെയ്തിരുന്നു. എന്തായാലും ഇത് അത്യാവശ്യം കോൺട്രവേഴ്സി ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരളം ചർച്ച ചെയ്യപ്പെടാത്ത മറ്റൊരു കാര്യമുണ്ട് ഈ ഒരു സംഭവത്തിനകത്ത്. അതായത് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ ഇപ്പോഴും കൈക്കൂലി മേടിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ആരും ശ്രദ്ധിച്ചില്ല. അതായത് തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കൈക്കൂലി മേടിക്കുന്ന കുറെ എണ്ണം ഇപ്പോഴും നമ്മുടെ സർക്കാർ സർവീസിലുണ്ട്. അത് ഏത് ഗവൺമെന്റ് മാറി മാറി വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. ഈ 2026 ആയിട്ടും ഇതിനൊന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇത് 2026 മുമ്പിലുണ്ടായ സംഭവമാണ്. പക്ഷെ ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പല സർക്കാർ ഓഫീസുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വൈദികനിൽ നിന്ന് പോലും പണം കൈക്കൂലിയായിട്ട് മേടിച്ച ആളുകൾ ഒരു സാധാരണക്കാരൻ ഒരു വീട് വെക്കാണ്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കുള്ള സിറ്റുവേഷൻ ഒന്ന് ആലോചിക്കുകയും, അവൻ ലോൺ എടുത്തായിരിക്കും ഒരു വീട് വെക്കാണ്ട് പോകുന്നത്. ഇങ്ങേറ്റ ഒരു ക്ലർക്ക് തൊട്ട് സൂപ്രണ്ട് വരെയുള്ളവന്മാർക്ക് കൈക്കൂലി കൊടുത്ത് വരുമ്പോഴത്തേക്ക് അവൻ ലോൺ എടുത്ത ക്യാഷ് അവന്റെ കയ്യിൽ നിന്ന് തീരും. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ബ്യൂറോക്രസി കടന്നു പോകുന്നതെന്ന് തെളിയിക്കാണ്ട് ഏറ്റവും ഉതകുന്ന ഒരു എവിഡൻസ് ആണ് ഈ കാണുന്നത്. പക്ഷെ ഇതിനെക്കുറിച്ച് ആരും ഒന്നും ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ ഈ ഒരു വിഷയത്തിൽ പറയുന്നത് ഈ ഒരു ഭൂമി കേസിൽപ്പെട്ട് കിടക്കുന്നതാണ്. അങ്ങനെ കേസിൽപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂമിക്ക് കരമടയ്ക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കരമടയ്ക്കാൻ പറ്റുമെന്ന്. ഞാൻ അന്വേഷിച്ചപ്പോഴും അങ്ങനെ കരമടയ്ക്കാനൊന്നും പറ്റില്ല. അത് എത്ര സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തിയാണെങ്കിലും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വഖഫ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുനമ്പത്ത് കേസിൽപ്പെട്ട് കിടക്കുന്ന ഭൂമിയിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് കരമടയ്ക്കാമല്ലോ. അവർക്ക് കരമടയ്ക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സമരം ചെയ്യുന്നത്. സോ ഞാനിവിടെ ഒരു റെസിപ്റ്റ് വെക്കുന്നുണ്ട്. ഇത് രാഹുൽ ദാസ് ആൻഡ് ഋതുൽ ദാസ്, ഇവർ രണ്ടുപേരും കരമടച്ചതിന്റെ രസീതാണ്. ഇവരുടെ രണ്ടുപേരുടെ പേരിലുള്ള ഭൂമിയിൽ ഇവർ കരമടച്ചതിന്റെ റെസിപ്റ്റാണ്. സോ ഈ ഒരു ആരോപണം ഉന്നയിച്ച ആൾക്കാരൊന്ന് പറഞ്ഞു തരണം, എങ്ങനെയാണ് ഈ കരമടച്ച റെസിപ്റ്റ് ഇവരുണ്ടാക്കിയതെന്ന്. അത് വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തെളിയിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ രേണുസുധിയുടെ മെഡിക്കൽ ബില്ല് വ്യാജമാണ് എന്ന് പറഞ്ഞവർ അവസാനമായിട്ട് സത്യം അന്വേഷിച്ച് പോയപ്പോഴത്തേക്ക് അത് തെളിഞ്ഞു, സത്യമാണ് ആ സാധനം ഒറിജിനൽ ബില്ലായിരുന്നു. എന്തായാലും അങ്ങനെയൊക്കെ തെളിയിക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും നാണം കെടുകയുള്ളൂ. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രേണുസുധിയുടെ പിതാവ്, അതായത് തങ്കച്ചൻ, അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ സംഭാഷണം പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കേട്ട് നോക്കാം. അതിനുശേഷം ഞാനിത് അവസാനിപ്പിക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ കെട്ടിടം പണിത അതോറിറ്റി ഉണ്ടല്ലോ, ആ കോൺട്രാക്ടർ, അവർ നമുക്ക് നൽകേണ്ട കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട്. പണി പൂർത്തീകരിച്ചു, താമസയോഗ്യമെന്ന് പറഞ്ഞാൽ അതാണ് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത് പണി ചെയ്തിട്ട് ഇവർ തന്നിട്ടില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇവിടെ വന്നായിരുന്നു, രേണുവിനെ കാണാനെന്ന് പറഞ്ഞ് ഇവിടെ വന്നായിരുന്നു ഈ ഫിറോസ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കാല് പിടിക്കുന്ന പോലെ ഞാൻ പറഞ്ഞു, സാറേ ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അവരുടെ കമ്പ്യൂട്ടറിൽ ഇതെല്ലാം കിടക്കുന്ന, അതൊന്നും ഇവിടെ വന്ന് ആരെങ്കിലും ഒരു സൂപ്പർവൈസർ ആരെങ്കിലും വന്നൊന്ന് അളന്ന് വരച്ച് തന്നാൽ മാത്രം മതി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇല്ല, അത് അയാൾ ഇവിടെ ഇല്ല, അയാൾ വിദേശത്ത് പോയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ മറ്റുള്ള കുഴപ്പം കൊണ്ടൊന്നും അല്ലെങ്കിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്ത കൊണ്ടാണ് ഈ താമസം. ഇനിയിപ്പോൾ അല്ലാതെ ഈ വസ്തു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെ തിരുമേനിയുടെ വസ്തുവായിട്ട് അതിന് ഒരു കേസോ ഒന്നുമില്ല. കാരണം ഈ കെട്ടിടം പണിയണമെങ്കിൽ തന്നെ പെർമിറ്റ് വേണമെങ്കിൽ തന്നെ സ്വന്തം പേരിൽ വസ്തു വേണം, കരം കെട്ടണം, അല്ലെ, വില്ലേജിലുള്ള സകല ഇടപാടും വേണം, എന്നിട്ട് പഞ്ചായത്തുകാർ പെർമിറ്റ് തന്നെ തരുന്നത്. അപ്പം നമ്മുടെ അതെല്ലാം ക്ലിയർ ആണ്, ഒരു കുഴപ്പമില്ല. വസ്തു സംബന്ധമായ ഒരു കേസോ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല. ഇത് താമസിച്ചാണ് ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അവർ തരാത്ത താമസം. ഇനിയിപ്പം ഞങ്ങൾ തന്നെ ആരെങ്കിലും എഞ്ചിനീയർമാരെ വിളിച്ചുകൊണ്ട് വന്ന് ഒന്നുകൂടെ അളപ്പിച്ച് ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ നമ്മൾ കൊടുത്തിട്ട് പേര് നമ്പർ കിട്ടും. അത്രേ ഉള്ളൂ അതിൻ്റെ അകത്തെ കാര്യം, വേറെ ഒന്നുമില്ല. സോ ഗൈസ്, ഇവിടെ ഒരു ചോദ്യം, വേറെ ഒരു കാര്യം ഈ ചെയ്ത വ്ളോഗേഴ്സ് ആരും തന്നെ ചോദിച്ചില്ല. അതായത് ഇപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞുണ്ട് ഈ ഒരു വസ്തു കേസിൽപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ഥലം ബിഷപ്പ് നോബിൾ ഫിലിപ്പ് ഈ രേണുസുധിയുടെ കുടുംബത്തിന് കൈമാറിയ ശേഷം ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ എന്തുകൊണ്ട് ഇതിന്റെ എതിർ കക്ഷിക്കാരും ഈ ഒരു നിർമ്മാണ പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചില്ല? അങ്ങനെ ഒരു സ്റ്റോപ്പ് മെമ്മോ മേടിച്ചിരുന്നെങ്കിൽ ഇന്ന് സുധിരേം എന്ന് പറയുന്ന വീട് അവിടെ നിർമ്മിക്കാൻ പറ്റുമായിരുന്നു? അതൊരു ചോദ്യമാണ്. അതിന് ഉത്തരം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അറിഞ്ഞ ഒരു രീതി വെച്ച് ഇത്തരത്തിലൊരു കേസിൽ പെട്ടിടുന്ന സ്ഥലത്തിന് യാതൊരു കാരണവശാലും കരമടയ്ക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത്, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കക്ഷി ഉണ്ടെങ്കിൽ അവർ കൊണ്ട് ഒരു സ്റ്റോപ്പ് മെമ്മോ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഈ പറയുന്ന വസ്തു കൈമാറ്റവും തുടർ ഭവന നിർമ്മാണവും കാര്യങ്ങളും ഒന്നും നടക്കില്ല. അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒരു കോടതി ഉത്തരവ് വരുന്നത് വരെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും. അതിനുള്ള ഇഞ്ചക്ഷൻ സൂട്ട് കോടതി ഫയൽ ചെയ്യും. പക്ഷെ അങ്ങനെയൊന്നും സുധിലയത്തിന്റെ നിർമ്മാണ സമയത്ത് ഉണ്ടായിട്ടില്ല.
ഇപ്പോൾ എവിടുന്ന് പൊടുന്നനെ ഇങ്ങനെ ഒരു ആരോപണം വന്നു എന്ന് എനിക്കറിയില്ല. എന്റെ ചില ചോദ്യങ്ങളാണ്. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഉത്തരം നൽകണം.